പ്രേമണിത്തൂവൽ ഭാഗം 5. ഹോസ്പിറ്റലിന് മുന്നിൽ വണ്ടി നിർത്തി ദീപക് അബിയെയും പ്രിയയെയും നോക്കി. നിങ്ങൾ അകത്തേക്ക് ചെല്ല്, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം, ദീപക് പറഞ്ഞു. രണ്ടാളും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അകത്തേക്ക് കയറിയപ്പോഴാണ് രവിയെ കണ്ടത്. അയാളെ കണ്ടത് പ്രിയ ഓടിച്ചെന്നു. ചെറിയച്ച, എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. പേടിക്കണ്ട മോളെ, BP കൂടിയതാ. പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചതുകൊണ്ട് കൂടുതലൊന്നും പറ്റിയില്ല, രവി അവളെ സമാധാനിപ്പിച്ചു. അപ്പച്ചി എവിടെ ചെറിയച്ച? ഇത്രയും നേരം ഒബ്സർവേഷനിലായിരുന്നു, ഇപ്പോൾ റൂമിലേക്ക് മാറ്റി. നിങ്ങൾ വാ. രണ്ടാളും അയാൾക്കൊപ്പം മുറിയിലേക്ക് നടന്നു. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മയെ കണ്ടതും അവൾ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് വാസന്തിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കരയണ്ട മോളെ, അമ്മക്കൊന്നുമില്ല, BP പെട്ടെന്ന് കൂടിയതാ. എങ്ങനെ കൂടാതിരിക്കും? എപ്പോഴും ഓരോന്ന് ചിന്തിച്ച് ആദ്യം കയറ്റിയല്ലേ. എത്ര തവണ ഞങ്ങൾ പറഞ്ഞതാ എടുത്തോട് ചന്ദ്രോട്ട് വന്ന് താമസിക്കാൻ, കേട്ടില്ലല്ലോ. ഒറ്റക്കുള്ള ഈ താമസം അവസാനിപ്പിച്ചാൽ തന്നെ പകുതി ആശ്വാസമാകും. അതെങ്ങനെ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ രണ്ടാളും, രവി ദേഷ്യത്തോട് പറഞ്ഞു. ഒറ്റയ്ക്ക് ആയതുകൊണ്ടൊന്നും അല്ല രവി, എൻ്റെ ആദ്യം മുഴുവൻ ഇവളെക്കുറിച്ച് ഓർത്ത. എനിക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഇവളുടെ കാര്യം എന്താകുമെന്ന് ഓർത്ത് ഓരോ നിമിഷവും നേരി കഴിയുക ഞാൻ. ആണൊരുത്തൻ്റെ കയ്യിൽ ഇവളെ പിടിച്ചു കൊടുത്താൽ എനിക്ക് പകുതി ആശ്വാസവും. അതിനിവിടെ സമ്മതിക്കുന്നില്ലല്ലോ. എൻ്റെ വിഷമം ഞാൻ ആരോട് പറയാനാ? വാസന്തി വിഷമത്തോടെ പറഞ്ഞു. പ്രിയ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചിരുന്നു. എല്ലാവരുടെയും നോട്ടം അവളിലേക്കായതും അവൾ വേഗം എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് നടന്നു. കണ്ടില്ലേ കല്യാണം കറിയുമ്പോൾ ഇത് അവളുടെ പെരുമാറ്റം. ഞാൻ എന്താ ചെയ്യുക? എഴുതി വിഷമിക്കണ്ട, ഞാൻ അവളോട് സംസാരിക്കാം, രവി പറഞ്ഞു. വാസന്തി നെടുവീർപ്പോടെ കണ്ണുകളടച്ചു. എല്ലാം കേട്ട് അബി വിഷമത്തോടെ പുറത്തേക്ക് നടന്നു. ആശുപത്രിയിലെ കോറിഡോറിൻ്റെ അറ്റത്ത് നിറമിഴികളോടെ പുറത്തു നോക്കി എന്തോ ചിന്തിച്ച് നിൽക്കുകയായിരുന്നു പ്രിയ. രവി അവിടേക്ക് വന്നു. നീ ഇവിടെ നിൽക്കായിരുന്നോ? ഞാൻ എവിടേക്ക് നോക്കി. അവളൊന്നും മിണ്ടാതെ നിന്നു. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടത്, നീ വാ. അയാൾ അവളെയും കൂട്ടി ക്യാൻറ്റീനിൽ ചെന്ന് ഒരു ചായ ഓർഡർ ചെയ്തു. എഴുതി പറഞ്ഞതിനെക്കുറിച്ച് നിനക്കെന്താ പറയാനുള്ളത്? ഞാനെന്ത് പറയാനാ? പറയാതെ പിന്നെ എന്താ നിൻ്റെ ഭാവം? കല്യാണം കഴിക്കാതെ ഇങ്ങനെ നിൽക്കുക എന്നാണോ? നിന്നെക്കുറിച്ച് ഓർത്ത് എഴുതിക്ക് നല്ല വിഷമമുണ്ട്. ഡോക്ടർ പറഞ്ഞത് എഴുതിയുടെ ഹാർട്ട് വളരെ വീക്കാണെന്നാണ്. മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടാകരുത്. അങ്ങനെ വന്നാൽ ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. അത് കേട്ടത് ഞെട്ടിലോടെ അവൾ മുഖമുയർത്തി. ചെറിയച്ച, അവൾ അറിയാതെ വിളിച്ചു പോയി. ഡോക്ടർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചെറിയച്ച, എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല, അതാ ഞാൻ. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതൊക്കെ നിൻ്റെ വെറും തോന്നല മോളെ. നിന്നെ സ്നേഹിക്കുന്ന ഒരാൾ നിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ അത് നിനക്ക് നല്ലതേ ചെയ്യും. അയാൾക്കൊപ്പം ജീവിച്ചു തുടങ്ങുമ്പോൾ എല്ലാം നീ സ്വാഭാവികമായും മറക്കും. ഇതിനേക്കാളും എത്രയോ അനുഭവിക്കേണ്ടി വന്ന പെൺകുട്ടികൾ ഇന്നും തലയുയർത്തി പിടിച്ച് ജീവിക്കുന്നില്ലേ? അതോർക്കണം നീ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനിയെല്ലാം നിൻ്റെ ഇഷ്ടം, അതും പറഞ്ഞ് രവി എഴുന്നേറ്റ് നടന്നു. അവൾ അവിടെ ഇരുന്ന് മൗനമായി കരഞ്ഞു. തന്നെ സ്നേഹിക്കുന്ന ഒരാൾ തൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ എല്ലാം തനിക്ക് മറക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെ ഒരാൾ ഇനി ഒരിക്കലും തൻ്റെ ജീവിതത്തിലേക്ക് വരില്ല. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യമാണ് പാവം. തന്നെക്കുറിച്ച് ഓർത്ത് ഒരുപാട് നീറുന്നുണ്ട് ആ മനസ്സ്. ഇനിയും വയ്യ അമ്മയെ വേദനിപ്പിക്കാൻ. അവളെന്തോ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ എഴുന്നേറ്റ് നടന്നു. മുറിയിൽ ചെന്നപ്പോൾ അമ്മ നല്ല മയക്കത്തിലായിരുന്നു. മറ്റുള്ളവരെല്ലാം പോയിരുന്നു. അവൾ പതിയെ ചെന്ന് അമ്മയുടെ കൈ പിടിച്ചു. അതറിഞ്ഞെന്നോണം വാസന്തി ഒന്ന് ഞരങ്ങി കണ്ണു തുറന്ന് നോക്കി. തൻ്റെ കയ്യിൽ പിടിച്ച് പുഞ്ചിരിയോടെ തന്നെ നോക്കുന്ന മകളെ കണ്ട് വാസന്തി അമ്പരന്നു. എന്നോട് ക്ഷമിക്കമ്മേ, ഞാൻ കാരണം അമ്മ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡിസ്ചാർജായി വീട്ടിലെത്തിയ ഉടനെ അമ്മ ആ ബ്രോക്കറെ വിളിച്ചോളും. എനിക്ക് വിവാഹത്തിന് സമ്മതമാണ്. അവൾ പറഞ്ഞത് കേട്ട് വിശ്വാസം വരാതെ വാസന്തി ഇരുന്നു. മോളെ, നീ പറയുന്നത് സത്യമാണോ? സത്യം, വാസന്തി സന്തോഷത്തോടെ ചിരിച്ചു. മതി മോളെ, അവൾക്ക് സന്തോഷമായി, അവൾ മകളുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവളും സന്തോഷത്തോടെ ചിരിച്ചു. അമ്മ കിടന്നു, ഞാൻ ക്യാൻറ്റീനിൽ ചെന്ന് അമ്മയ്ക്ക് കുടിക്കാൻ ജ്യൂസ് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാം, അതും പറഞ്ഞ് അവൾ ബോട്ടിലെടുത്ത് പുറത്തേക്ക് നടന്നു. നടക്കവേ ശബ്ദമില്ലാതെ അവൾ കരഞ്ഞു. ദൂരെ മാറി നിന്ന് മനു ഇതെല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു. അവനും വല്ലായ്മയോടെ തിരിഞ്ഞു നടന്നു. പിറ്റേ ദിവസം വാസന്തിയെ ഡിസ്ചാർജ് ചെയ്തു. അമ്മയെയും കൂട്ടി പ്രിയ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയെങ്കിലും എല്ലാവരും അതിനെ ശക്തമായി എതിർത്തു.
വാസന്തിയും നീയും ഇനി ചന്ദ്രോത്ത് താമസിച്ചാൽ മതി. മുത്തശ്ശന് കർക്കശമായി പറഞ്ഞതോടെ അവൾക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർ തറവാട്ടിലേക്ക് തിരിച്ചു. പ്രിയ വിവാഹത്തിന് സമ്മതിച്ച വിവരം വാസന്തി സന്തോഷത്തോടെ എല്ലാവരെയും അറിയിച്ചു. അങ്ങനെ ബ്രോക്കർ വഴി നല്ലൊരു ആലോചന തന്നെ വന്നു. നല്ല കുടുംബം. പയ്യൻ അബുദാബിയിൽ ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യുന്നു. കേട്ടപ്പോൾ എല്ലാവർക്കും കൊള്ളാമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഒരു ദിവസം പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞു. അങ്ങനെ ആ ദിവസം വന്നെത്തി. സാരി ഉടുത്ത് മുല്ലപ്പൂ ചൂടി അണിഞ്ഞൊരുങ്ങി മുഖത്തൊരു പുഞ്ചിരി വിടർത്തി കണ്ണാടിക്ക് മുന്നിൽ അവൾ നിന്നു. എൻ്റെ ചേച്ചി സുന്ദരിയായിട്ടുണ്ട്. അവളെ അടിമുടി നോക്കിക്കൊണ്ട് ഗീതവും നിമ്മയും പറഞ്ഞു. അത് കേട്ടിലും അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഹോണടിച്ചുകൊണ്ട് ഒരു കാറ് മുറ്റത്തേക്ക് വന്നത്. അവർ വന്നെന്ന് തോന്നുന്നു, ഞങ്ങൾ പോയി നോക്കിയിട്ട് വരട്ടെ. അതും പറഞ്ഞ് ഗീതവും നിമ്മയും പുറത്തേക്ക് നടന്നു. പ്രിയയുടെ ചങ്കിടിപ്പേറി കിതച്ചുകൊണ്ട് അവൾ കട്ടലിലിരുന്നു. കണ്ണുകൾ നിറഞ്ഞു. അവൾക്കെല്ലാം വലിച്ചെറിഞ്ഞ് ഇവിടെ നിന്നും ഓടിപ്പോകാൻ തോന്നി. പക്ഷേ സാധിച്ചില്ല. അവൾ തളർച്ചയോടെ കസേരയിരുന്നു. കാറിൻ്റെ ശബ്ദം കേട്ട് എല്ലാവരും വരാന്തയിലേക്ക് വന്നു. ഡോർ തുറന്ന് പുറത്തിറങ്ങിയ പയ്യനെ കണ്ട് അഭയ നമ്പരുന്ന് പെട്ടെന്ന് ഭാവം മാറി ദേഷ്യത്തോടെ മുഖം തിരിച്ചു നിന്നു. എല്ലാവരും ചെന്ന് അവരെ സ്വീകരിച്ച് അകത്തേക്ക് വലിച്ചെന്നു. അഭിമന്യു മാത്രം അവിടെ തന്നെ നിന്നു. എല്ലാവരും പരസ്പരം സംസാരിച്ചു. എന്നാൽ പിന്നെ വൈകിക്കേണ്ട, കുട്ടിയെ വിളിക്കാം, ബ്രോക്കർ പറഞ്ഞു. ശരി വാസന്തി, പ്രിയെ വിളിച്ചോളൂ, മോഹനൻ പറഞ്ഞു. ഏതോ നിമ്മയും ചെന്ന് അവളെ വിളിച്ചുകൊണ്ടുവന്നു. ഈ സമയം പുറത്തു നിൽക്കുകയായിരുന്ന അഭി അകത്തേക്ക് വന്നു. ഇതാ കുട്ടി, പയ്യൻ നോക്കിക്കോളൂ. പ്രിയ മടിച്ച് മുഖമുയർത്തി. ഈ സമയം അകത്തേക്ക് വന്ന അഭിയെ കണ്ടതും അവളുടെ മുഖം വിടർന്നു. നീ ഇത് എവിടെയാണ് നോക്കുന്നത്? ആയിരിക്കുന്നതാ പയ്യൻ, വാസന്തി പതിയെ മകളുടെ ചെവിയിൽ പറഞ്ഞു. അത് കേട്ടതും അവളൊന്ന് പരിങ്ങി തലചരിച്ച് അവിടെ ഇരിക്കുന്ന പയ്യനെ നോക്കിയത് അവൾ ഞെട്ടിപ്പോയി. വരാൻ അവളുടെ അധരങ്ങൾ മന്ത്രിച്ചു. പെട്ടെന്ന് അവളുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. ദേഷ്യത്തോടെ തലചരിച്ചു. അഭി ഇരുവരെയും മാറി നോക്കി. വരുൺ അവളെ നോക്കി വഷളെ ചിരിച്ചു. ഇതാണ് പയ്യൻ, പേര് വരുൺ, ഗൾഫിലാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ സംസാരിച്ചോളൂ, ബ്രോക്കർ പറഞ്ഞു. എനിക്കൊന്നും സംസാരിക്കാനില്ല, പ്രിയ പറഞ്ഞു. എനിക്ക് സംസാരിക്കണം, വരുൺ പറഞ്ഞപ്പോൾ എല്ലാവരും അതിനെ പിന്താങ്ങി. മനസ്സില്ലാ മനസ്സോടെ അവൾ അവനൊപ്പം മുറ്റത്തെ മാവിൻ ചുവട്ടിലേക്ക് ചെന്നു. എന്താ പറയാനുള്ളത്? അവളൽപ്പം നീരസത്തോടെ ചോദിച്ചു. കൃഷ്ണപ്രിയയ്ക്ക് ഇപ്പോഴെന്നെ ഒരു ദേഷ്യമാണോ? അവൾ മിണ്ടാതെ മുഖം തിരിച്ചു. എനിക്കറിയാം, അന്നത്തെ പ്രായത്തിൻ്റെ ചോരത്തിൽപ്പിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല, കൂട്ടുകാരോടുള്ള വാശിക്ക് ചെയ്തു പോയതാണ്. ഞാൻ ചെയ്തതിനുള്ള ശിക്ഷയൊക്കെ താൻ തന്നെ എനിക്ക് തന്നിരുന്നല്ലോ. ആ കോളേജിൽ നിന്ന് പുറത്താക്കിയ ശേഷം പിന്നെ എവിടെയും എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. അവിടുത്തെ അനുഭവങ്ങൾ എന്നെ ഒരുപാട് പഠിപ്പിച്ചു. ചെയ്ത തെറ്റിനോർത്ത് വല്ലാത്ത കുറ്റബോധം തോന്നി. തന്നെ വന്നു കണ്ട് മാപ്പ് പറയണമെന്ന് പലവട്ടം കരുതിയതാ, പക്ഷേ ധൈര്യം വന്നില്ല. ബ്രോക്കർ വന്ന് ഇങ്ങനൊരു ആലോചനയുടെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം സംശയമായിരുന്നു. താൻ എന്നെ കണ്ട എങ്ങനെ പ്രതികരിക്കുമെന്നോർത്ത്. എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഇനി തൻ്റെ അഭിപ്രായം എസ് ആയാലും നോ ആയാലും എനിക്ക് വിഷമമില്ല. തന്നോടെല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. ബാക്കിയെല്ലാം തൻ്റെ ഇഷ്ടം പോലെ. അതും പറഞ്ഞ് അവൻ നടന്നു. പ്രിയ എന്തു ചെയ്യണം എന്നറിയാതെ പകച്ചു നിന്നുപോയി. എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറവേ വരുൺ അവളെയൊന്ന് നോക്കി പുഞ്ചിരിച്ചു. അവൾക്ക് എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. അവൾ പതിയെ തൻ്റെ മുറിയിലേക്ക് ചെന്നു. വരുൺ താൻ ഒരിക്കലും കാണരുത് എന്ന് ആശിച്ച വ്യക്തി. കോളേജിൽ തൻ്റെ സീനിയറായിരുന്നു വരുൺ. അല്പസ്വല്പം തല്ലുപൊളിത്തരമുണ്ടെങ്കിലും അവരുടെ ഗ്യാങ്ങിൽ കുറച്ചൊക്കെ ഡീസൻറ്റ് വരുണായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവരുടെ കൂട്ടുകാർ അയാളോടൊരു കാര്യം ആവശ്യപ്പെട്ടു. ഏതെങ്കിലും ഒരു ജൂനിയറായ പെൺകുട്ടിയോട് വരുണിനെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കണം. അങ്ങനെ അവർ തിരഞ്ഞെടുത്ത വ്യക്തി ആയിരുന്നു താൻ. വരുൺ ആ ചാലഞ്ച് ഏറ്റെടുത്തു. പലതവണ തൻ്റെ പിന്നാലെ വന്നപ്പോഴെല്ലാം താൻ ഒഴിഞ്ഞു മാറി. ഒടുക്കം ഒരു ദിവസം തന്നെ തനിച്ച് കാണാനായി വന്നു. ശനിയാഴ്ചക്കുള്ളിൽ തന്നെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിച്ചില്ലെങ്കിൽ താൻ ഈ കോളേജിൽ നിന്നും പോകണമെന്നാണ് അവരോട് ബെറ്റ് വെച്ചതെന്നും തൻ്റെ കൂട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി വെറുതെ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതിയെന്നും അതിനുശേഷം താൻ ഒരിക്കലും അവളെ ശല്യം ചെയ്യുകയില്ലെന്നും പറഞ്ഞ് അവൻ കാല് പിടിച്ചതോടെ അവളൊന്ന് അയഞ്ഞു. ഒടുക്കം അവൾ സമ്മതം പറഞ്ഞു. കോളേജിലെ വാഗമര ചുവട്ടിൽ വെച്ച് അവൻ്റെ കൂട്ടുകാരെ ബോധിപ്പിക്കാൻ അവൾ അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതോടെ അത് അവിടെ അവസാനിച്ചെന്ന് അവൾ കരുതി. പക്ഷേ അതോടെയായിരുന്നു പ്രശ്നങ്ങൾ തുടക്കം. പ്രിയ തൻ്റെ കാമുകയാണെന്ന ഭാവത്തിൽ
പ്രിയോട് തൻ്റെ കാമുകിയാണെന്ന ഭയത്തിൽ സംസാരിക്കാനും പെരുമാറാനും തുടങ്ങിയതോടെ അവൾ റിയാക്റ്റ് ചെയ്തു. അവനോട് മേലിൽ തന്നെ ശല്യം ചെയ്യരുതെന്ന് അവൾ വാൺ ചെയ്തു. അതവനിൽ വാശി കൂട്ടി. പ്രിയയും താനും പലയിടത്തും ഒരുമിച്ച് കറങ്ങിയിട്ടുണ്ടെന്നും ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നും അങ്ങനെ പല പല കഥകൾ അവൻ കോളേജിൽ പ്രചരിപ്പിച്ചു. ഇതെല്ലാം അറിഞ്ഞ് പ്രിയ ആകെ തകർന്നു. കോളേജിൽ വെച്ച് അവനോട് പൊട്ടിത്തെറിച്ചു. പക്ഷെ അവൻ അതെല്ലാം ചിരിച്ചു തള്ളി. ഒടുക്കം പ്രിയ വെയിൻ കട്ട് ചെയ്ത് ആത്മഹത്യക്ക് ശ്രമിച്ചതോടെ കഥ മാറി. വിവരമറിഞ്ഞ് രവീന്ദ്രൻ അവിടെ എത്തി. ഈ വിവരം അയാൾ രഹസ്യമാക്കി വെച്ചു. വാസന്തിയോട് പ്രിയക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലാണെന്ന് മാത്രം പറഞ്ഞു. വിവരമറിഞ്ഞ ആകെ ഭയന്ന വരുൺ ഒളിവിൽ പോയി. രവീന്ദ്രൻ തൻ്റെ ആളുകളെ ഉപയോഗിച്ച് അവനെ കണ്ടെത്തി നന്നായി പെരുമാറി. മാത്രമല്ല അവർ അവനെ പ്രിൻസിപ്പലിൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തി താനും പ്രിയയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്നും എല്ലാം താൻ മെനഞ്ഞുണ്ടാക്കിയ കഥകളാണെന്നുള്ള സത്യം പറയിപ്പിച്ചതോടെ അവന് കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. അവനാ പടിയിറങ്ങി. അതോടെ പ്രിയക്ക് അവിടെ പഠിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഡിഗ്രി എക്സാം എഴുതിയതിന് ശേഷം അവൻ നാട്ടിലേക്ക് വണ്ടി കയറി. ഇവിടെ തന്നെയുള്ള കോളേജിൽ പഠനം തുടർന്നു. അന്ന് ആ കോളേജിൻ്റെ പടിയിറങ്ങുമ്പോൾ മനസ്സിലുറപ്പിച്ചാണ് ഇനി ഒരിക്കലും വരുണിനെ കണ്ടുമുട്ടരുത് എന്ന്. പക്ഷേ ഇപ്പോൾ വീണ്ടും അവൾക്ക് എന്തെന്നില്ലാത്ത ആശങ്ക തോന്നി. ഈ സമയം വാസന്തി അവിടേക്ക് വന്നു. മോളെ, ആ പയ്യനെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? അല്പം ആശങ്കയോടെയാണ് വാസന്തി ചോദിച്ചത്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല പയ്യൻ, കാണാനും തെറ്റില്ല. നല്ല ജോലിയും കുടുംബവും. ഇവരെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. മോളുടെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ മതി. പറ മോളെ, മോൾക്ക് സമ്മതമാണോ? അമ്മയുടെ ആവലാതി അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എനിക്ക് സമ്മതം അമ്മ. അത് കേട്ടും വാസന്തിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. മതി മോളെ, അമ്മയ്ക്ക് സന്തോഷമായി. രവി ചെന്നൈ പോയിരിക്കല്ലേ, വന്നാലുടനെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അതും പറഞ്ഞ് വാസന്തി സന്തോഷത്തോടെ പുറത്തേക്ക് നടന്നു. തേങ്ങലോടെ പ്രിയ കട്ടിലിലേക്ക് വീണു. മുറിയുടെ വാതിൽ തുറന്ന് ദേഷ്യത്തോടെ അഭി അകത്തേക്ക് വന്നു. കയ്യിലുണ്ടായിരുന്ന ഫോൺ കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞ് അവൻ ദേഷ്യത്തോടെ കട്ടിലിലിരുന്നു. കയ്യിലുണ്ടായിരുന്ന വാച്ചും പേഴ്സും എല്ലാം അവൻ ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞ് എന്തൊക്കെയോ പിറുകിറുത്തോണ്ട് മുറിയിലൂടെ നടന്നു. ഈ സമയം ദീപക് അകത്തേക്ക് വന്നു. അഭിയുടെ പെരുമാറ്റം കണ്ട് അവനാകെ അമ്പരന്നു. നീ എന്താടാ വാലിൽ തീ പിടിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? അഭി അവനെ തുറച്ചു നോക്കി. പിന്നെ കട്ടിലിൽ ചെന്നിരുന്നു. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദേ, നീ ഒന്ന് മിണ്ടാതെ പോയാൽ അല്ലെ തന്നെ എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതിനിടയിൽ ചൊറിഞ്ഞോട് വന്നാൽ എൻ്റെ വിധം മാറും. ഓക്കെ, അല്ല ഇന്നൊന്ന് ചെറുക്കൻ എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടോ? അഭി ദേഷ്യത്തോടെ കഴിച്ചിട്ട്. നല്ല പയ്യൻ, പ്രിയമായിട്ട് നല്ല ചേർച്ചയുണ്ട്. എന്ത് ചേർച്ച? ഒരു ചേർച്ചയില്ല, മാക്കാനെ പോലെയുണ്ട്. എന്നിട്ട് അവൾക്ക് അവനെ മതി പോലും, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ദീപക് അവനെ സൂക്ഷിച്ച് നോക്കി. അഭി, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. എന്താ? നിനക്ക് പ്രിയ ഇഷ്ടമാണോ? ഐ മീൻ ലവ്? അവനൊന്ന് ഞെട്ടി. നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ നീ മിസ്റ്റേക്കുന്നവർ നിനക്കറിയില്ലേ? അറിയാം. പിന്നെ നീ എന്തിനാ പ്രിയയുടെ കാര്യത്തിൽ ഇങ്ങനെ ടെൻഷനാകുന്നത്? അവൾ ആരെ കിട്ടിയാലും നിനക്കെന്താ? അപ്പം അത് പിന്നെ എന്തൊക്കെയാലും അവളും ഗീതനെ പോലെ എനിക്ക് അത്രയും പറഞ്ഞ് അവൻ നിർത്തി. നീ എന്താ ബാക്കി പറയാൻ പഠിക്കുന്നത്? അവളെനിക്ക് ഗീതുവിനെ പോലെയാണ് എന്ന് എന്താ പറയാത്തത്? അഭി പരിങ്ങലോടെ മുഖം തിരിച്ചു. ദീപക് അവൻ്റെ തോളിൽ കൈവച്ചു. അഭി, നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. ഇവിടെ വന്നത് മുതൽ നിന്നിലെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രിയോടുള്ള നിൻ്റെ പെരുമാറ്റവും അവളെ കാണുമ്പോഴുള്ള നിൻ്റെ കണ്ണിലെ തിളക്കവും ഭാവവും എല്ലാം ഞാൻ കാണുന്നുണ്ട്. അതിലൂടെ എനിക്കൊന്ന് മനസ്സിലായി, നീ അവളെ സ്നേഹിക്കുന്നു അല്ലേ? അഭി ഞെട്ടിലോടെ അവനെ നോക്കി. എന്നോട് നീ കള്ളം പറയാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് എനിക്കും അറിയാം, അതുപോലെ നിനക്കും അറിയാം. അഭി മൗനമായി നിന്നു. നീ പറഞ്ഞ സത്യം. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അത് കേട്ടും ദീപകിൻ്റെ മുഖം വിടുന്നു. എന്നിട്ട് നീ എന്താ അക്കാര്യം അവളോട് പറയാതിരുന്നത്? പറയണമെന്ന് കരുതി തന്നെ പലപ്പോഴും ഓരോ കാരണങ്ങളുണ്ടാക്കി തറവാട്ടിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അവളെ പ്രണയിക്കുന്നതിനേക്കാൾ ചുണ്ടി പിടിപ്പിക്കുന്നതിനായിരുന്നു എനിക്ക് ഹാരം. പിന്നെ അവളതെങ്ങനെ എടുക്കുമെന്ന പേടി. എല്ലാവരോടും പറഞ്ഞ് എന്നെ കളിയാക്കിയാൽ എൻ്റെ ഇമേജ് തകർന്നു പോകുമോ എന്നുള്ള ചിന്ത. അതുകൊണ്ട് തന്നെ പറയാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം അവളെ കണ്ട് എല്ലാം പറയുമെന്ന് കരുതി അവൾ പഠിക്കുന്ന കോളേജിലേക്ക് ചെന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞാൻ അറിഞ്ഞത് അവൾക്ക് മറ്റൊരു പയ്യനുമായിട്ട് അഫെയർ ഉണ്ടെന്നാണ്. അവളത് അവനോട് പറയുന്നത് കണ്ടതോടെ ഞാനത് തകർന്നു പോയി. അതിൽ നിന്ന് രക്ഷ നേടാനാണ് സ്വന്തമായി ബിസിനസ്സൊക്കെ തുടങ്ങിയത്. പിന്നീട് അവളെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ പോയതേയില്ല.
അതിനിടയില്ല നീലിമ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഒരിക്കലും അമ്മ പറഞ്ഞറിഞ്ഞു അവൾക്കെന്തോ അസുഖമില്ലാത്തതുകൊണ്ട് ചെറിയ മാവൻ അവളെ നാട്ടിലുള്ള കോളേജിലേക്ക് മാറ്റി ചേർത്തുവെന്ന്. പക്ഷേ എന്തുകൊണ്ടോ അവളിലേക്ക് വീണ്ടും എടുക്കാൻ എനിക്ക് തോന്നിയില്ല. അഭി പറഞ്ഞു, കോളേജ് ലൈഫിൽ പ്രണയം ഉണ്ടാക്കുന്നതൊക്കെ സ്വാഭാവികമല്ലേ? അത് കഴിഞ്ഞതോടെ അവളത് വിട്ടു കാണില്ലേ? ഇല്ല, അതിൻ്റെ തെളിവാണല്ലോ അവൻ തന്നെ അവളെ ഇന്ന് പെണ്ണാണോ വന്നത്. ദീപക് അമ്പരന്നു. അപ്പോൾ ആ പയ്യനാണോ ഇന്ന് വന്ന് വരുൺ? അതെ, ഏതായാലും അവരുടെ ആഗ്രഹം പോലെ അവർ ഒന്നിക്കട്ടെ. അത് പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു. പിറ്റേ ദിവസം രവി തിരിച്ചെത്തി. വിവരങ്ങളറിഞ്ഞ് രവിക്ക് സന്തോഷമായി. ഇവിടെ പയ്യൻ്റെ ഫോട്ടോ ഞാനൊന്ന് കാണട്ടെ. വാസന്തി ഫോട്ടോ രവിക്ക് നൽകി. അത് കണ്ടതും അയാളുടെ നെറ്റി ചുളിഞ്ഞു. അവർ പയ്യൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അതൊന്നും രവി ശ്രദ്ധിച്ചില്ല. അയാൾ എഴുന്നേറ്റ് നേരെ പ്രിയയുടെ മുറിയിലേക്ക് ചെന്നു. രവിയെ കണ്ടതും അവൾ എഴുന്നേറ്റു. നിനക്ക് ഈ പയ്യനെ ഇഷ്ടമായോ? അവൾ മുഖം കുനിച്ച് നിന്നു. ഇവനല്ലേ അവൻ? എന്നിട്ട് നീ എന്തിനാ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? ഇവൻ നിന്നോട് പ്രതികാരം ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് വന്നതെങ്കിൽ? അല്ല ചെറിയച്ച, അന്ന് പ്രായത്തിൻ്റെ ചോരത്തലപ്പിൽ അറിയാതെ എങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ്. പറ്റിയ തെറ്റിനെ എന്നോട് മാപ്പ് പറഞ്ഞു. ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ അവസരം തരണമെന്ന് പറഞ്ഞു. എനിക്ക് ഈ കല്യാണം മതി, അവൾ തറപ്പിച്ച് പറഞ്ഞു. രവി പിന്നെ ഒന്നും മിണ്ടിയില്ല. അടുത്ത ഒരു ദിവസം തന്നെ നിശ്ചയം നടത്താൻ തീരുമാനമായി. ഒപ്പം അഭിമന്യുവിൻ്റെയും നീലിമയുടെയും നിശ്ചയം കൂടി നടത്താൻ തീരുമാനമായി. അങ്ങനെ നീലിമയും അച്ഛനും ചന്ദ്രോത്തേക്ക് തിരിച്ചു. അലക്കിയ തുണികളെല്ലാം മുറ്റത്ത് വിരിക്കുകയായിരുന്നു പ്രിയ. അപ്പോഴാണ് മുറ്റത്തൊരു കാർ വന്ന് നിന്നത്. പ്രിയ സംശയത്തോടെ നോക്കിയതും കാറിൽ നിന്ന് നീലിമയും രാമകൃഷ്ണനും ഇറങ്ങി. അവരെ കണ്ടതും അവളുടെ മുഖം ഇരുണ്ടു. ഇവരായിരുന്നാ? അവൾ ദേഷ്യത്തോടെ മുഖം തിരിച്ച് ജോലി തുടർന്നു. ഈ സമയം എല്ലാവരും പുറത്തേക്ക് വന്ന്, അല്ല നിങ്ങൾ എത്തിയോ? എത്ര നേരം ഞങ്ങൾ കാത്തിരിക്കുന്നു. ഹരിശങ്കർ കൂട്ടുകാരനെ സന്തോഷത്തോടെ ആലിംഗനം ചെയ്തു. വരുന്ന വഴിക്ക് വണ്ടിയിടെ പിന്നെ ടാക്സി പിടിച്ചാണ് വന്നത്. വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് കയറിയിരിക്കെ. അവർ അകത്തേക്ക് കയറി. കൃഷ്ണപ്രിയ ദേഷ്യത്തോടെ തുണി പിഴിഞ്ഞ് കുടഞ്ഞു വിരിച്ച് ബക്കറ്റുമായി അകത്തേക്ക് നടന്നു. അടുക്കളയിലെത്തിയത് അമ്മയും ചെറിയമ്മയും അമ്മായിയും ഒക്കെ തിരക്കിലായിരുന്നു. നീ തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞോടി. എന്നാൽ നീ ഈ ജ്യൂസ് അവർക്ക് കൊണ്ടുപോയി കൊടുക്ക്. രാഗിണി ഗ്ലാസ്സിലേക്ക് ജ്യൂസ് പകർന്നുകൊണ്ട് പറഞ്ഞു. ഞാനോ? എനിക്കിങ്ങ് വയ്യ, ചെറിയമ്മ തന്നെ കൊണ്ടുപോയി കൊടുത്താൽ മതി. എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്, നീ പോയി കൊടുത്തേ. എനിക്ക് വയ്യ, ഞാനാകെ മുഷിഞ്ഞിരിക്കാൻ. അതിനവരെ നിന്നെ പെണ്ണ് കാണാൻ വന്നതൊന്നല്ല, കൊണ്ടുപോയി കൊടുക്കടി. അതും പറഞ്ഞ് രാഗിണി ട്രേ അവളുടെ കയ്യിൽ വെച്ച് കൊടുത്ത്. അവൾ മുറുമുറുത്ത് കൊണ്ട് ഹാളിലേക്ക് ചെന്നു. എല്ലാവരും അവിടെയിരുന്ന് വർത്തമാനം പറയുകയായിരുന്നു. അവൾ എല്ലാവർക്കും ജ്യൂസ് കൊടുത്തു. നീലിമയെ അവിടെയെങ്ങും നോക്കിയിട്ട് കണ്ടില്ല. മോളെ, നീലിമ മുകളിലുണ്ട്, നീ അത് മുകളിൽ കൊണ്ടുപോയി കൊടുക്ക്, രാമകൃഷ്ണൻ പറഞ്ഞു. അവൾ ദേഷ്യം കടിച്ചമർത്തി ഒന്ന് ഇരിച്ചു. പിന്നെ മുകളിലേക്ക് നടന്നു. ഇതേ സമയം അഭിയെ തിരക്കി മുറിയിലെത്തിയതായിരുന്നു നീലിമ. അവൻ സോഫയിലിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ കാര്യമായ വർക്കിലായിരുന്നു. തിരിഞ്ഞിരിക്കുന്നതിനാൽ അവൾ വന്നത് കണ്ടില്ല. അവൾ കുസൃതിചിരിയോടെ അവൻ്റെ അരികിലേക്ക് ചെന്നു. അവൻ്റെ തോളിലൂടെ കൈയിട്ട് അവനെ കെട്ടിപ്പിടിച്ചു. അവൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അവൾ ചിരിച്ചുകൊണ്ട് അകന്നു മാറി. നീ ഇപ്പോൾ വന്നോ? കുറച്ച് സമയമായി. അഭി താഴോട്ട് കാണാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. ആണോ? കുറേ സമയം ഞാൻ താഴെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നത്, ഒരു മെയിൽ ചെക്ക് ചെയ്യാൻ, അതിനുവേണ്ടി വന്നതാ. അല്ല, നിങ്ങളെന്താ വൈകിയത്? വരുന്ന വഴി വണ്ടിയുടെ പിന്നെ ടാക്സി പിടിച്ചാൽ വന്നത്. സത്യം പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയാൽ മതി എന്നായിരുന്നു എനിക്ക്. നിന്നെ കാണാതെ എനിക്ക് വയ്യടാ. അതും പറഞ്ഞ് നീലിമ അവനെ കെട്ടിപ്പിടിച്ചതും വാതിൽ തുറന്ന് ജ്യൂസുമായി കൃഷ്ണപ്രിയ കയറി വന്നു. ഈ രംഗം കണ്ട് അവൾ ഞെട്ടി മുഖം തിരിച്ചു. നീലിമ വേഗം അകന്നു മാറി. എന്തേത്? ഒരു മുറിയിലേക്ക് കടന്നു വരുമ്പോൾ ചില മര്യാദയ്ക്കല്ലേ? അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കി ചെയ്യുമെങ്കിലും വേണ്ടേ? അതിങ്ങനെ ഈ പട്ടിക്കാട്ടിൽ വളർന്ന അവൾക്ക് മാനേഴ്സ് എന്താണെന്ന് അറിയില്ലല്ലോ. അത് കേട്ട് പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞു. അഭിയൊന്നും വല്ലാതെ. കുട്ടി ഇവിടെയുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. മനുവിടെ മാത്രമേ ഉള്ളൂ എന്ന് കരുതിയാണ് ഞാൻ ഈ വാതിൽ തുറന്ന് വന്നത്. മാത്രമല്ല ഇത് തുറന്നു കയറുകയായിരുന്നല്ലോ, അവൾ അല്പം ദേഷ്യത്തോട് പറഞ്ഞു. അധികം തന്നേക്ക്, അവൾ ഗൗരവത്തോടെ പറഞ്ഞു. പ്രിയ ജ്യൂസ് ഇരുവർക്കും നൽകി. അഭി വല്ലായ്മയോടെ അവളെ നോക്കി ജ്യൂസ് എടുത്ത് കൈതട്ടി ജ്യൂസ് അവൻ്റെ ഷർട്ടിൽ മറിഞ്ഞു. ഇത് ഇങ്ങനെയാണോ ജ്യൂസ് സെർവ് ചെയ്യുന്നത്? ഇഡിയറ്റ്. അത് പറഞ്ഞ് നീലിമ അഭിയുടെ ഷർട്ട് തുടച്ചു. നോക്കി നിൽക്കാത്ത ആ തുണി എടുത്ത് തുടച്ച് കളയടി, നീലിമ ദേഷ്യത്തോടെ പറഞ്ഞു. പ്രിയ വിഷമത്തോടെ തുണി എടുക്കാൻ ഒരുങ്ങിയതും അഭി തടഞ്ഞു. പ്രിയ വേണ്ട, അത് ഞാൻ തുടച്ചോളാം, നീ താഴേക്ക് വയ്ക്കോ. അഭി പറഞ്ഞത് കേട്ട് നീലിമ അമ്പരപ്പോടെ അവനെ നോക്കി. അഭി, നീ എന്തീ പറയുന്നത്? നീ തുടയ്ക്കാനാ?
അതെ, എൻ്റെ അസുഖം കൊണ്ടാ ജ്യൂസ് മറിഞ്ഞത്. അതുകൊണ്ട് ഞാൻ തന്നെ തുടച്ചോളാം, നീ പോയിക്കോ, അവൻ കടുത്ത സ്വരത്തിൽ പറഞ്ഞു. പ്രിയ ഇരുവരെയും നോക്കി പുറത്തേക്ക് നടന്നു. അവ തുണിയെടുത്ത് അത് തുടച്ചു. അപ്പം നീ എന്തീ കാണിക്കുന്നത്? ഇതൊക്കെ അവളുടെ ജോലിയല്ലേ, അവൾ ചെയ്തോളും. നിലിമ ജഷാടാ, ഇതൊക്കെ ചെയ്യാൻ അവൾ ഇവിടുത്തെ വേലക്കാരിയല്ല, ഈ തറവാട്ടിലെ മൂത്ത മകൻ്റെ ഒരേ ഒരു മകളാണ്. വീട്ടിൽ എന്നേക്കാൾ അധികാരവും അവകാശങ്ങളും ഉള്ളവൾ. അതുകൊണ്ട് അവളോട് സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണം. പിന്നെ പട്ടിക്കാട്ടിൽ ജനിച്ചെന്ന് കരുതി അവളെ നീ അങ്ങനെ തരം താഴ്ത്തണ്ട. ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറാണ് അവൾ. അതോർത്ത് വേണം എന്തു പറയും, അവനല്പം ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ്റെ പ്രതികരണം കണ്ട് അവളൊന്ന് പകച്ചു. അബി, ഐ എം സോറി, ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. അതെന്നോടല്ല, അവളോട് വേണം പറയാൻ. അബി സോറി, ഇനി ഞാൻ അവളോട് അങ്ങനെയൊന്നും പെരുമാറില്ല, ഇത്തവണത്തേക്ക് പ്ലീസ്. ശരി, വാ നമുക്ക് താഴേക്ക് പോകാം, എല്ലാവരും നമ്മളെ അന്വേഷിക്കുന്നുണ്ടാകും, അവൻ പറഞ്ഞു. ഇരുവരും താഴേക്ക് നടന്നു. തുടരും.